ആർ യു എ സ്പിരിച്വൽ പേഴ്സൺ? ഐ എം എ സ്പിരിച്വൽ പേഴ്സൺ. ഓക്കെ. കാരണം അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയ്ക്ക് ആളുകളെ എന്താ പറയുക ആനന്ദം നൽകുന്ന രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. സ്പിരിച്വാലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ എവറി പേഴ്സൺ ആയിട്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര സ്പിരിച്വൽ പേഴ്സൺ ആണ്, പക്ഷെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന സ്പിരിച്വൽ പേഴ്സണും അല്ല. അതെ, മനസ്സിലായില്ല. എന്റെ സ്പിരിച്വാലിറ്റി എന്റെ ഉള്ളിലാണ്. അത്ര ഞാൻ ചോദിച്ചോളൂ. അതെ, ഇപ്പൊ നമ്മളിപ്പം ഹരിമണ തുമി അല്ലെ, എത്ര പേർക്ക് എന്റെ അർത്ഥം അല്ലെ? നിങ്ങൾ എക്സ്പ്രഷൻ നിങ്ങൾ അതിൽ വളർന്നേക്കുന്ന ആളായോണ്ട് അറിയാം. അല്ലെങ്കിൽ ഇപ്പൊ മറാഠിയ ബംഗാള് പാടുമ്പോഴത്തേക്ക് ഇതില് പല ആൾക്കാർക്ക് ഇതിന്റെ അർത്ഥമേ അറിയില്ല. പക്ഷെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ആ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഓവറോൾ ആ ഒരു മൂഡ്, എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ആവും. ചിലപ്പോൾ ഞാൻ പാടുന്ന ചില അബംഗുകള്, മറാഠി ബംഗാള് എനിക്ക് പോലും അറിയില്ല അർത്ഥം, പക്ഷെ എനിക്ക് അതിന്റെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അതിന്റെ എന്താണ്, അതിന്റെ സത്ത അല്ലെങ്കിൽ അതിന്റെ അന്തസത്യം എന്താണ്, അതെനിക്കറിയാം. അപ്പൊ അത് കണക്ട് ചെയ്യാനായിട്ട് ചില പാട്ടുകൾക്ക് ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് ഇപ്പൊ ഞാൻ ഓരോ അബംഗുകളിൽ എടുത്തിട്ട് ഞാൻ നോക്കും അതിന്റെ അർത്ഥം എന്താണ്, എനിക്ക് അറിഞ്ഞിരിക്കണല്ലോ പാടുന്ന പാട്ടുകൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കും. അപ്പൊ നാമദേവ കീർത്തന, കരി പ്രേമവരി എന്നുള്ള പാട്ടുകളൊക്കെ ആദ്യം പാടുമ്പോഴേ ആൾക്കാർക്ക് പക്ഷെ അത് ഭയങ്കര സന്തോഷമാണ്. അത് രാഗത്തിന്റെ പ്രത്യേകതയാണോ, അതിന്റെ ബീറ്റിന്റെ പ്രത്യേകതയാണോ, അതോ നമുക്ക് ഓവറോൾ ആ ഒരു ഭജന്റെ ഭംഗിയാണോ എന്ന് അറിയില്ല. അതേ സമയം ഇപ്പൊ പറയരുതേ രാധ അറിയരുതേ എന്നുള്ള പാട്ട് റീസെന്റ് ഞങ്ങളുടെ വൈറലായിരിക്കുന്ന പാട്ട്, ദാസേട്ടനൊക്കെ പഴയ പാട്ട്,